അവൻ്റെ സന്നിധിയിൽ ഒരുമിച്ചായിരിക്കാൻ വലിയവനായ ദൈവം ചെയ്ത വലിയ ഭാഗ്യത്തിനായി കർത്താവിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ദൈവശബ്ദത്തിനായി കടന്നു വന്നിരിക്കുന്ന എല്ലാ അഭിഷിക്തന്മാർക്കും പ്രത്യേകാൽ കർത്താവായ യേശു ക്രിസ്തു നിസ്തുല്യ നാമത്തിൽ സ്നേഹവും ക്രിസ്തീയ വന്ദനവും അറിയിക്കുന്നു. ഈ ആണ്ടിൻ്റെ അവസാന മണിക്കൂറിലേക്ക് കടന്നു വരുന്നല്ലോ. പരിശുദ്ധാത്മാവ് നമ്മെ പിന്നെയും അനുഗ്രഹിക്കേണ്ടതിന്, നമ്മെ പിന്നെയും മാനിക്കേണ്ടതിനായി വളരെ പ്രാർത്ഥനയോടും തികഞ്ഞ ദൈവാശ്രയത്തോടും നമുക്കായിരിക്കാം. അല്പനിമിഷം ചിന്തയ്ക്കായി ഒരു വചനം വായിച്ച് പ്രാർത്ഥിപ്പാൻ കർത്താവിൽ ശരണപ്പെടുന്നു. ഉൽപ്പത്തിയുടെ പുസ്തകം 41 അധ്യായം അതിൻ്റെ 38 വാക്യം. ഉൽപ്പത്തി പുസ്തകം 41 അതിൻ്റെ 38 വാക്യം വായിക്കുന്നു. ഫറവോൻ തൻ്റെ ഭൃത്യന്മാരോട്, ദൈവാത്മാവുള്ള ഈ മനുഷ്യനെ പോലെ ഒരുത്തനെ കണ്ടു കിട്ടുമോ എന്ന് പറഞ്ഞു. സ്തോത്രം. നമുക്കറിയാം, ഇത് ഫറവോൻ ജോസഫിനോടും ജോസഫിൽ ഉള്ള ദൈവത്തിൻ്റെ അഭിഷേകത്തെക്കുറിച്ചുമാണ് താൻ അവിടെ പറഞ്ഞത്. സ്തോത്രം. ഹല്ലേലൂയ. രക്തത്താഴ്ചയ. ഈ പ്രഭാതത്തിൽ പരിശുദ്ധാത്മാവ് ഇങ്ങനെ തന്നെയാണ് ദൂതറിയിക്കുന്നത്. ആമേൻ. ഈ പ്രഭാതവേളയിൽ ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവർക്കും യോസേപ്പ് ആര് എന്നറിയാം. സ്തോത്രം. യാക്കോബിൻ്റെ തലമുറകൾ, ആമേൻ, അതിനകത്ത് ദൈവശബ്ദത്തിനു വേണ്ടി നിന്ന, ദൈവത്തിൻ്റെ വാഴ്ത്തത്വപ്രകാരം ദൈവത്തിൻ്റെ സാന്നിധ്യം നിറയപ്പെട്ട, ആമേൻ, ഒരു തലമുറയെ നമുക്കിവിടെ കാണാം. യോസേപ്പിൻ്റെ മേൽ ദൈവത്തിൻ്റെ ശബ്ദം അതിശക്തമായി വെളിപ്പെട്ടു. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. വളരെ അനുഗ്രഹിക്കപ്പെട്ട തലത്തിൽ യോസേപ്പിനെ ദൈവം ശക്തമായി ഉപയോഗിക്കുവാനിടയായി. സ്തോത്രം. നമുക്കറിയാം, യോസേപ്പിൻ്റെ ജീവിതത്തിനകത്ത് ദൈവം വച്ചിരിക്കുന്ന ഒത്തിരി വാഴ്ത്തത്വങ്ങളുണ്ടായിരുന്നു. കാരണം തൻ്റെ പിതാവായ യാക്കോബിൻ്റെ മേൽ തൻ്റെ പിതാവ് പകർന്ന ചില അരുളപ്പാടുകളും ആത്മീക സത്യങ്ങളും ഉണ്ടായിരുന്നു. സ്തോത്രം. തൻ്റെ പിതാവ് തന്നെ അനുഗ്രഹിച്ച്, തന്നെ മാനിച്ച്, തന്നെ സകലത്തിൻ്റെ മേലും അനുഗ്രഹിച്ച് മുൻപിലോട്ട് അയക്കുമ്പോൾ, ഇന്ന് പ്രഭാതത്തിൽ ദൈവാത്മാവ് ശക്തമായി പറയുന്നു, പിതാവിൻ്റെ അനുഗ്രഹം തലമുറകൾക്ക് ഏറ്റവും, ആമേൻ, വളരെ അനുഗ്രഹമായി തീരും. പ്രൈസ് ദി ലോർഡ്. പലപ്പോഴും പിതാക്കന്മാർ മറന്നു പോകുന്നൊരു കാര്യം ഇതാണ്: തലമുറകൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന. സ്തോത്രം. അവർക്ക് വേണ്ടി കരുതുക. ആമേൻ. അത് ഈ തലമുറയിൽ വളരെ ലഘുവായിരിക്കുന്നു എന്നുള്ള കാര്യം ആരും മറന്നു പോകരുത്. ഇവിടെ നോക്കൂ, യോസേപ്പിൻ്റെ ജീവിതത്തിനകത്ത് ഒരു വലിയ ടേണിംഗ് പോയിന്റിലേക്ക് യോസേപ്പ് വരികയാണ്. ശ്രദ്ധിച്ചേ. ഇവിടെ, ആമേൻ, ഒരു വലിയ ജയിൽവാസം എല്ലാം കഴിഞ്ഞ്, കാരാഗ്രഹവാസമെല്ലാം കഴിഞ്ഞ്, ആമേൻ, ആമേൻ, ഇനി അടുത്ത് ദൈവത്തിൻ്റെ അഭിഷേക ശുശ്രൂഷയിലേക്ക്, ആമേൻ, ദൈവശബ്ദത്തിൻ്റെ നടുവിൽ നിന്ന യോസേപ്പ് മുൻപിലോട്ട് യാത്ര ചെയ്യുമ്പോൾ, അതിൻ്റെ ഫസ്റ്റ് പ്രാരംഭമായ ചില കാര്യാദികൾക്ക് വേണ്ടി, ആമേൻ, ഈ പുസ്തകത്തിൻ്റെ പ്രാരംഭം നമുക്കറിയാം. ആമേൻ. ചില സ്വപ്നം, ഫറവോൻ കണ്ട സ്വപ്നത്തെ, ആമേൻ, വ്യാഖ്യാനിപ്പാനായി അതിനെ ഒന്ന്, ആമേൻ, സ്തോത്രം, ഭംഗിയായി അതിൻ്റെ ആഴത്തെ വെളിപ്പെടുത്തുവാൻ അനേക വ്യക്തികൾ അവിടെ വന്നു. എങ്കിലും അവരെല്ലാം ഭോഷ്ക് പറഞ്ഞു പോകുമ്പോൾ ആ സ്വപ്നത്തെക്കുറിച്ച് വ്യാഖ്യാനിക്കാനും അതിൻ്റെ അകത്ത് നിന്ന് ദൈവം ഫറവോന് വച്ചിരിക്കുന്ന ചില കാര്യാദികളെക്കുറിച്ച് മറനീക്കി പൊരുൾ വെളിച്ചത്തിൽ കൊണ്ടുവരാനാണ്, ആമേൻ, സ്തോത്രം,
യോസേപ്പിനെ പുറത്തെടുക്കുന്നത്. സ്തോത്രം. കാരാഗ്രഹവാസത്തിനകത്തുനിന്ന് പുറത്തു വന്ന യോസേപ്പിനെ തലമുടിയെല്ലാം വെട്ടി സ്തോത്രം ഷേവൊക്കെ ചെയ്ത് കുളിപ്പിച്ച് വളരെ സുന്ദരനാക്കി അവനെ പുറത്തു കൊണ്ടുവന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്വപ്നത്തെ ശക്തമായി താൻ വ്യാഖ്യാനിപ്പാനിടയായി. സ്വപ്നം കണ്ടതെല്ലാം താൻ അതുപോലെ ശകലം പോലും മറച്ചു വയ്ക്കാതെ സകലത്തെയും വെളിപ്പെടുത്തി. സ്തോത്രം. ഹല്ലേലൂയ. വരുന്ന പ്രതികൂലത്തെയും വരുന്ന ചില യുദ്ധശ്രുതികളെക്കുറിച്ചും ചില കെടുതികളെക്കുറിച്ചൊക്കെ അവിടെ താൻ വിവരിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെയാണ് അടുത്ത തൻ്റെ ജീവിതത്തിനകത്ത് വലിയ ഒരു ദൈവപ്രവൃത്തി ഫറവോൻ്റെ നാവിൽ കൂടെ വരുന്നത് കണ്ടോ. ഇവിടെ വായിച്ചിങ്ങനെയാണ് 38 വാക്യം. ഫറവോൻ തൻ്റെ ഭൃത്യന്മാരോട്, ഈ ഭൃത്യന്മാർ ഒരു കാലത്ത് ഈ ഭൃത്യന്മാർ പലരും ഈ യോസേപ്പിനെ കള്ളനെന്ന് പറഞ്ഞ ഒരു തല ഉണ്ടായിരുന്നു. ഹല്ലേലൂയ. യോസേപ്പിനെ തകർക്കുവാൻ വേണ്ടി പദ്ധതി ഒരുക്കിയ വ്യക്തികളുടെ അടുത്ത് നിന്നുകൊണ്ട് യോസേപ്പിനെ പറയുകയാണ് ഫറവോൻ തൻ്റെ ഭൃത്യന്മാരോട്, ദൈവ ആത്മാവുള്ള ഈ മനുഷ്യനെ പോലെ ഒരുത്തനെ കണ്ടുകിട്ടുമോ എന്ന് പറഞ്ഞു. പിന്നെ ഫറവോൻ യോസേപ്പിനോട്, ദൈവം ഇതൊക്കെയും നിനക്ക് വെളിപ്പെടുത്തി തന്നതുകൊണ്ട് നിന്നെപ്പോലെ വിവേകവും ജ്ഞാനവുമുള്ളവൻ ഒരുത്തനുമില്ല. സ്തോത്രം. കണ്ടോ. പ്രൈസ് ദി ലോർഡ്. നിന്നെപ്പോലെ ജ്ഞാനമുള്ള, വിവേകമുള്ള, ദൈവശക്തി നിറയപ്പെട്ട ഒരുത്തനും ഈ സ്ഥലത്ത് എൻ്റെ ഭരണകാലത്ത് ഞാൻ ആരെയും കണ്ടിട്ടില്ല. കണ്ടോ. ഒരു ഭയങ്കര സാക്ഷ്യമല്ലേ യോസേപ്പിനെ കുറിച്ച് പുറത്തു വന്നത്. തൊട്ട് മുമ്പുള്ള അധ്യായം വായിക്കുമ്പോൾ യോസേപ്പിനെ തകർത്ത് കളയാൻ പോത്തിഫറിൻ്റെ ഭാര്യ അവൻ്റെ മേൽ ദൃഷ്ടി വയ്ക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നു. 40-ാമത്തെ അധ്യായത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നു. പ്രൈസ് ദി ലോർഡ്. യോസേപ്പിനെ തകർക്കാൻ, യോസേപ്പിനെ നശിപ്പിച്ച് കളയാൻ, തൻ്റെ ദർശനത്തെ തകർത്ത് കളയുവാൻ, തൻ്റെ ദർശനത്തെ ഇല്ലാതാക്കുവാൻ ശത്രുക്കൾ വളരെ പടവെട്ടുമ്പോൾ അതിനകത്ത് ഒരു വലിയ ദൈവപ്രവൃത്തി ഇന്ന് പകൽക്കാലം അയക്കുകയാണ്. എന്നെ കേൾക്കുന്ന ദൈവകുഞ്ഞെ, സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. എന്നെ കേൾക്കുന്ന അഭിഷക്തന്മാരെ, നമ്മളിലുള്ള ശുശ്രൂഷ ശത്രു നോക്കിയിരിക്കുക. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. അതിനെ തകർത്ത് കളയുവാനും അതിനെ ഉന്മൂലനാശം ചെയ്യുവാനും പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ശത്രു പതിയിരിക്കുകയാണ്. സ്തോത്രം. പോത്തിഫറിൻ്റെ ഭാര്യയുടെ കണ്ണ് യോസേപ്പിൻ്റെ മേലുണ്ടായിരുന്നു. സ്തോത്രം. നോക്കിക്കേ. അവൻ്റെ മേൽ ഈ ആ ഒരു സ്ത്രീയുടെ അനാവശ്യമായ ഒരു നോട്ടം യോസേപ്പിൻ്റെ മേൽ വീണു. സ്തോത്രം. ഹല്ലേലൂയ. യോസേപ്പിനെ കാരാഗൃഹത്തിലാക്കി, യോസേപ്പിനെ തകർത്ത് കളയാൻ നോക്കി. അവിടെ എല്ലാം പ്രൈസ് ദി ലോർഡ്. ദൈവം യോസേപ്പിനോട് കൂടെ ഉണ്ടായിരുന്നു. എല്ലാ കാലത്തും ദൈവ അഭിഷക്തന്മാരെ കൂടെ ഉണ്ട് എന്നുള്ള കാര്യം മറന്നു പോകരുത്. ദൈവാത്മാവ് ഈ കാലഘട്ടങ്ങൾ നോക്കിയേ. നമുക്കറിയാം 39-ാമത്തെ അധ്യായം ഉൽപ്പത്തി 39-ൻ്റെ 7-ാമത്തെ വാക്യം ഇങ്ങനെ വായിക്കുന്നു. യോസേപ്പ് കോമളനും ഹല്ലേലൂയ മഹാരൂപിയും പ്രൈസ് ദി ലോർഡ് ആയിരുന്നത് കൊണ്ട് യജമാനൻ്റെ ഭാര്യ യോസേപ്പിൻ്റെ മേൽ കണ്ണ് പതിപ്പിച്ചു. സ്തോത്രം. എന്നോടുകൂടെ ശയിക്ക എന്ന് പറഞ്ഞു. കണ്ടോ. കൃപയുണ്ട്. അവക്കറിയാം ഇവനൊരു വലിയൊരു സംഭവമായി വരും. ഇവൻ്റെ മേൽ ഒരു ഭയങ്കര ശക്തിയുണ്ട്. ആ ശക്തിയെ തകർക്കണമെങ്കിൽ ഇവനെ കീഴ്പ്പെടുത്തണം. സ്തോത്രം. ദൈവകുഞ്ഞെ, പലപ്പോഴും ചില കണ്ണുകൾ നിനക്ക് പതിയാറുണ്ട്. ഹല്ലേലൂയ. നിൻ്റെ മേൽ ചില ദൃഷ്ടികൾ വെച്ചിട്ട് നാളുകളായി. പക്ഷേ അവിടെ നിന്ന് ദൈവം നിന്നെ വിടുവിച്ച് ഇന്ന് ഈ പ്രഭാതത്തിൽ ഈ ദൈവശബ്ദത്തിൻ്റെ മുമ്പിൽ ഇരുത്തിയിരിക്കുന്നുവെങ്കിൽ ഒരു കാര്യം ഉറപ്പായിട്ട് മനസ്സിലാക്കണം.
ദൈവത്തിന് നിന്നെക്കുറിച്ച് ഒരു വലിയ പദ്ധതി ഉണ്ടെന്നുള്ള കാര്യം മറന്നു പോകരുത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ 41 അധ്യായം നമ്മൾ പഠിക്കുമ്പോൾ അതിന് 38 വാക്യത്തിലേക്ക് വരുമ്പോൾ പറയുകയാണ്, ഒരു സാക്ഷ്യമാണ്. ആമേൻ. 38, 39, 40 വാക്യങ്ങളിലേക്ക് വരുമ്പോൾ, ആമേൻ, നീ എൻ്റെ ഗൃഹത്തിന് മേലധികാരി, ആമേൻ, ആകും. നിൻ്റെ വാക്ക് എൻ്റെ, ആമേൻ, ജനമെല്ലാം അനുസരിച്ച്, ആമേൻ, നടക്കുകയും, സ്തോത്രം, ഹല്ലേലൂയ, നടക്കുകയും, ആമേൻ, അവർ നടക്കും. ആമേൻ. സിംഹാസനം കൊണ്ട് മാത്രം ഞാൻ നിന്നേക്കാൾ വലിയവനായിരിക്കും എന്ന് പറഞ്ഞു. നോക്കിക്കേ, ആ വീട്ടിലെ എല്ലാ കാര്യങ്ങളും, അല്ലെങ്കിൽ ആ കൊട്ടാരത്തിലെ എല്ലാ കാര്യങ്ങളും യോസേപ്പിൻ്റെ മേൽ ഭരമേൽപ്പിച്ചു. സ്തോത്രം. ഒരു കസേര, സിംഹാസനം കൊണ്ട് മാത്രമേ ഞാൻ കസേര ഇരിക്കത്തുള്ളൂ. ബാക്കി എല്ലാത്തിൻ്റെ മേലധികാരിയാക്കി ആരെ വച്ചെന്നറിയാമോ? യോസേപ്പിനെ വച്ചു. 41 വാക്യം, 42 വാക്യം, 43 വാക്യം, 44 വാക്യം, ആമേ, തീർത്തങ്ങ് താഴോട്ട് വായിച്ചു വരുമ്പോൾ ഒരു ഭയങ്കര ദൈവശക്തി വെളിപ്പെടുക. ഇന്ന് പകൽ സകലത്തെയും, ആമേൻ, മെനയുന്ന വിശ്വസ്തനായവരെ കർത്താവ് പുതിയ അധികാര ശുശ്രൂഷ ഇന്ന് പകൽക്കാലം ഏൽപ്പിക്കാൻ പോകുകയാണ്. ആമേൻ. ഈ പ്രഭാതത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാം. പിന്നെ ഫറവോൻ യോസേപ്പിനോട്, ഞാൻ ഫറവോനാകുന്നു, നിന്റെ കൽപ്പന കൂടാതെ മിസ്രയീം ദേശത്തെങ്ങും, ആമേൻ, ഏതൊരുത്തനും, ആമേൻ, സ്തോത്രം, പ്രൈസ് ദി ലോർഡ്, ആമേൻ, അനങ്ങത്തില്ല. സ്തോത്രം, ആമേൻ. ഇന്ന് പകലിൽ ദൈവശബ്ദം, ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൻ്റെ നടുവിൽ നിറയപ്പെട്ടിരിക്കുന്ന ദൈവകുഞ്ഞെ, ഈ പ്രഭാതം നിൻ്റെ ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹമായി തീർന്ന ഒരു പകലായിരിക്കട്ടെ. ഓറിബലഭ ശംഭവരാജകൾക്കനാദി കർത്താവിലേക്ക് നമുക്ക് ഏൽപ്പിക്കാം. ആമേൻ. ദൈവം നമ്മെ അനുഗ്രഹിക്കും, ദൈവം നമ്മെ മാനിക്കും. ഹല്ലേലൂയ. അഴിയതിൽ ഓളങ്ങളാൽ വലഞ്ഞിടുമ്പോൾ എൻ പടകിൽ ആഴിയതിൽ ഓളങ്ങളാൽ വലഞ്ഞിടുമ്പോൾ എൻ പടകിൽ എൻ്റെ പ്രിയൻ യേശുവുണ്ട്, ചേർത്തിടുമേ ഭവനമതിൽ തിരുക്കരത്താൽ വഹിച്ചു എന്നെ തിരുഹിതം പോൽ നടത്തേണമേ. കുശവൻ കയ്യിൽ കളിമണ്ണു ഞാൻ, അനുദിനം നീ പണിയേണമേ. കുശവൻ കയ്യിൽ കളിമണ്ണു ഞാൻ, അനുദിനം നീ പണിയേണമേ. മഹാപരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗ നല്ല പിതാവേ, അനുഗ്രഹിക്കപ്പെടുന്ന നല്ല പ്രഭാതവേളയ്ക്കായി സ്തോത്രം. ദൈവം ഞങ്ങളെ താവെ അനുഗ്രഹിക്കണം, അത്ഭുതം ചെയ്യണം, കൃപയുടെ മറവിൽ മറയ്ക്കണം. കേൾപ്പിച്ച ദൈവ ശബ്ദത്തിനായി സ്തോത്രം. കർത്താവ് പിന്നെയും മാനിക്കും. യേശുവിൻ അൻപുള്ള നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലസ് യു.